ഈ സീസണിന്റെ കപ്പ് ഒന്നെങ്കിൽ കോടന്നൂരിരിക്കും, ഇല്ലെങ്കിൽ ആര്യനാടിരിക്കും. വേറെ എങ്ങോട്ടും ഈ സീസണിന്റെ കപ്പ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ രണ്ട് സ്ഥലത്തോട്ടും പോകാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളേ. ബിഗ് ബോസ് സീസൺ 7 ഒരു ചെറിയ ഡിസ്കഷൻ നടത്താൻ നമുക്ക്. നിങ്ങൾ പറ, ഒന്നെങ്കിൽ അനീഷ് ഇല്ലെങ്കിൽ അനുമോള്, ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഈ സീസണിന്റെ കപ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം. എൻ്റെ ഒരു കണ്ണിൽ ഇവരല്ലാതെ വേറെ ആരും കൊണ്ടുപോകത്തില്ലടേ. ലാസ്റ്റ് 9 ദിവസമേ ഉള്ളൂ. ലാസ്റ്റ് 9 ദിവസം ഇപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കാൻ ഇവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? അവിടെ വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇന്നലെ തന്നെ ബിഗ് ബോസിന്റെ പോലും ഒന്നും ചെയ്യാനില്ല. ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാം നമുക്ക്, പക്ഷെ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ഒന്നും ഇല്ല. വെറുതെ ഒരു തമാശയ്ക്ക് ജയിൽ നോമിനേഷൻ നടത്താം നമുക്ക്. വേണമെങ്കിൽ കിടന്നാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ തിരിക്കുകയാണ് ബിഗ് ബോസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ അനുമോളുടെയും അനീഷേട്ടന്റെയും പ്രണയ സല്ലാപങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഒരു മൂപ്പിൽ പറഞ്ഞ കേട്ടാ, പ്രണയ സല്ലാപമൊന്നും ഇല്ല, പക്ഷെ അവരുടെ ആ ഒരു ഗെയിമെന്നോ അല്ലെങ്കിൽ അനീഷേട്ടന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യം അത് അനീഷേട്ടൻ പറഞ്ഞില്ലായിരുന്നെങ്കിലോ എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ലാലേട്ടൻ എപ്പിസോഡിൽ കാണാൻ സാധ്യതയില്ല. അത് തന്നെ വലിയൊരു ടോക്കായിട്ട് മാറുന്നുണ്ട്. ഇതാ പുതിയ പ്രൊമോ നിങ്ങൾ കണ്ടില്ലേ? ആദ്യത്തെ പ്രൊമോയിൽ തന്നെ അവരുടെ പ്രണയ കുറുങ്ങലുകളാണെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? ആദില, അനുമോള്, നമ്മുടെ നൂറ, ഇവരുടെ ഒരു വഴക്കുണ്ടായിരുന്നു. സംസാരമാകും, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് അനുമോളുടെ അനീഷേട്ടൻ്റെയും പരിപാടി വെച്ചിട്ടാ. എങ്ങനെ ഇരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവിടെ ശരിക്കും ഗെയിമേഴ്സ് ആരാ? അല്ലെങ്കിൽ ശരിക്കും ഗെയിമേഴ്സ് എന്ന് വിടൂ, ഗെയിമേഴ്സ് എന്ന് പറയുന്നില്ല, ശരിക്കും ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്നത് ആരാ? കഴിഞ്ഞ ആഴ്ച നെവിൻ കൊടുത്തു. നെവിന് മനസ്സിലായി പണി പാടുമെന്ന് മനസ്സിലായപ്പം നെവിൻ നേരെ മറുകണ്ഠം ചാടി വീണ്ടും പഴയ എന്റർടൈൻമെന്റ് സെഷനിലേക്ക് ഇറങ്ങി ഇല്ലേ? പക്ഷെ എന്നിട്ട് പോലും ഒരു ഗുമ്മ പരിപാടികളൊന്നും പുറത്തേക്ക് വരുന്നില്ല. വേറൊരു കാര്യം, അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ, കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിലിങ്. അതായത് ഇന്നലെ എന്നെ പോലെ വീഡിയോ, ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വീഡിയോയുടെ തമ്മിലാണ് എന്താണ്, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാമോ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നതെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ ഇന്നലെ കണ്ടേ. ലിറ്ററലി ആ തമ്നെയിൽ കണ്ടപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ, തമ്നെയിലല്ല നമ്മുടെ ടൈറ്റില്, അത് എനിക്കങ്ങോട്ട് ടൈറ്റിലും തമ്നെയിലും ഒക്കെ എന്ത് വേണമെങ്കിലും എഴുതാം. വീഡിയോയ്ക്കകത്ത് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി നമ്മൾ. അല്ലാതെ നമ്മൾ ഈ ടൈറ്റിലും തമ്നെയിലും നോക്കി അത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ചെയ്യുന്നത് അത് ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ആ ടൈറ്റിലിനെ തമ്മിലും കുറ്റം പറയാൻ യാതൊരു അർഹതയില്ലാത്തൊരുത്തന പറ്റത്തില്ല, ഞാൻ ചെയ്യത്തുമില്ല. പക്ഷേ ആ വ്യക്തി ടൈറ്റിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചു. അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കാണുമോ? അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഗെയിം കളിക്കല്ലേ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലാണ് എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ടൈറ്റിലും അത് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് ആ വ്യക്തി ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷിന്റെ പുറകെ ഒരുപാട് അനുമോള് നടന്നു ഇന്നലെ. അതായത് ബാ ചേട്ടാ, സംസാരിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് നടന്നപ്പോഴത്തേക്ക് അനീഷ് മൈൻഡ് ചെയ്തില്ല. ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ ആ വ്യക്തി പറയുന്നത്, ഒരു പെൺകുട്ടിയോട് ഒരാണ് ഒരു ഇഷ്ടം പറഞ്ഞ ഉടനെ തിരിച്ചങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞ് കൂടെ പോവും എന്നാണോ? ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയോ എന്ന് പറയുന്നില്ല. ഒരു പുരുഷനും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമുണ്ട്, അത് പറയാൻ പറ്റാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു ദിവസം ഒരാൾ പറയുമ്പം ചിലപ്പോൾ അപ്പം തന്നെ ഒരു എസ് പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു എസ് പറഞ്ഞേക്കാം. അതല്ലാതുള്ള പ്രണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരാളോട് നമ്മൾ ചെന്ന ഉടനെ എസ് പറയണമെന്നൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും പറയത്തില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. പിടികിട്ടിയില്ലേ? അയാൾ ഈ സാധാരണക്കാരൻ എന്ന് പറയും, അത് വേറെ. ഞാൻ പറയുന്നത് ഇത്രയും ദിവസത്തെ അയാളുടെ ഗെയിമും അയാളുടെ അതിനകത്ത് നിൽപ്പും അയാളുടെ ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എല്ലാം കണ്ടതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ഒരു നാട്ടുമ്പുറത്തുകാരൻ. അയാൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ തിരിച്ച് ആ ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കൊരു ചെറിയൊരു കോംപ്ലക്സോ ഈഗോയോ എന്ത് വേണമെങ്കിലും പുള്ളിക്ക് വരാം. മനസ്സിലായില്ലേ? അതിൻ്റെ പുറത്ത് പുള്ളിക്കൊരു ദേഷ്യം തോന്നി. അത് ഇന്നലെ കുറെ മണിക്കൂറുകൾ പുള്ളി വെച്ചോണ്ടിരുന്നു. രാത്രിയായപ്പം അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുള്ളി, ഡ്രസ്സ് പാക്ക് ചെയ്യാനും കാര്യത്തിനും ഒക്കെ. മനസ്സിലായോ? എന്ന് വെച്ചിട്ട് അനുമോളോട് അത് പറഞ്ഞ ഉടനെ അനുമോൾ അത് വേറെ രീതിയിൽ കുടുംബ പ്രശ്നവും ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് കേട്ടോണ്ടിരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. പുള്ളിക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നി.
അതിന് പുള്ളി എന്തിനാ കുറ്റം പറയുന്നത്? എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല. പുള്ളിയുടെ സ്വഭാവ രീതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പെട്ടെന്നൊരു ദേഷ്യം തോന്നി, മിണ്ടണ്ട എന്ന് പറഞ്ഞ് പുള്ളി പിണങ്ങിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. പുള്ളി വേറൊന്നും ചെയ്തില്ലല്ലോ, ആസിഡ് കോരി മുഖത്തൊഴിക്കോ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. പുള്ളിയുടെ ശരിക്കുള്ള പുള്ളി എന്താണോ അത് പുള്ളി അവിടെ കാണിച്ചു. കൂടാതെ ഇന്നൊരു പ്രൊമോ, ഇന്നലെ രാത്രി വന്നേന്ന് തോന്നുന്നു കേട്ടോ, ഞാനിപ്പോൾ രാവിലെയാണ് കണ്ടത്. ഒരു പ്രൊമോ കണ്ടേ, കൊള്ളാം. ലാലേട്ടനൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതേ ഉള്ളൂ സംസാരിക്കാൻ മെയിനായിട്ട്. ആദ്യത്തെ പ്രൊമോ, ഈ വീക്കെൻഡ് എപ്പിസോഡിലെ ആദ്യത്തെ പ്രൊമോ തന്നെ അനുമോളുടെയും അനീഷേട്ടനോടും ലാലേട്ടൻ, അനുമോളോടും അനീഷേട്ടനോടും ലാലേട്ടൻ ചോദിക്കുകയാണ്, എങ്കിലേ എന്നോട് പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ അക്ബർ കാക്ക, നമ്മുടെ ഷാനവാസും അനീഷേട്ടനും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടെ കള്ള ഇങ്ങനെ പറയുന്ന ഒരു സാധനം, ചിരിച്ചോണ്ടുള്ള ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, എടാ ചിരിക്കല്ലേടാ കള്ള എന്നപ്പുറം ഇരുന്ന് പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ വീണ്ടും അനീഷിനോട്, അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അനീഷ്? ഉടനെ അനീഷേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽ തോന്നി ലാലേട്ടാ, ഞാനത് അപ്പം തന്നെ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. അതിനകത്ത് ഇപ്പം എന്താ, എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എനിക്ക് എന്തോ ഗെയിമായിട്ട് തോന്നുന്നില്ലടേ. ഞാനത് ഇന്നലെ തൊട്ട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഗെയിമായിട്ട് തോന്നുന്നില്ല. കാരണം ഓൾറെഡി പുള്ളി പറഞ്ഞാണ് പുള്ളിക്ക് ഒരു ക്രഷ് ഉള്ള കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് അനുമോള് അനീഷേട്ടനോട് ഇടപഴകുന്ന രീതി, അനുമോള് തെറ്റ് കാണിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ വിഷയത്തിൽ ഒരാളെ തെറ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റ് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടുപേരെയും കുറ്റം പറയും, രണ്ടുപേരെയും പറയും. കാരണം അനുമോള് പുള്ളി എടുക്കുക, അനീഷാണ് ഒരു നാട്ടിൻപുറത്തുകാരനാണ്, പുള്ളി ഇങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാതെ തമാശയ്ക്ക് ഈ കുറച്ച് കൊഞ്ചലും കുഴയലും ഈ പരിപാടി അനീഷേട്ടനൊക്കെ കാണിച്ചു. അനീഷേട്ടൻ അതിനകത്ത് വീണടേ, അത്രേ ഉള്ളൂ. പുള്ളി ആയിട്ട് സീരിയസ് ആയിരിക്കും, എന്തെങ്കിലും കാണും മോക്ക് എന്നോട്, ആ ഒരു സാധനം പുള്ളിക്ക് കിട്ടിക്കാണും. 2-3 ദിവസമായിട്ടുള്ള പുള്ളി ഒരു കെയറിങ് ഏട്ടായി മാറിയത് നമ്മൾ കണ്ടതാ അല്ലേ? അനുമോള് ഇന്നലെ അതിലോട് 100 പറയുന്നുണ്ട്, 2-3 ദിവസമായിട്ട് പുള്ളി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മാതള നാരങ്ങ കൊണ്ട് തരുന്നു, മാതളമല്ല നമ്മുടെ മറ്റേ പൊമഗ്രാനൈറ്റ് കൊണ്ട് തരുന്നു. അങ്ങനെ മലയാളം അങ്ങനെയാണോ മാതള, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്താണെങ്കിലും അല്ലല്ല, അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ട്. അനുമോക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഡൗട്ടേ, പിന്നെ വിചാരിച്ചായിരിക്കത്തില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ കുറ്റം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അനുമോളെ പറയേണ്ട കാര്യം, അത് വേറെ കാര്യം. ബോധമുള്ളവരെന്ന് ചിന്തിക്കും. അതായത് പുള്ളി എടുക്കുക അങ്ങനെ കാണിച്ചോണ്ടാ. അപ്പൊ അത് അങ്ങനെ പുള്ളി എന്താ ബുദ്ധി അല്ലാത്തവനാണോ അങ്ങനെയൊക്കെ പറഞ്ഞ ഉടനെ അങ്ങോട്ട് വിശ്വസിക്കാമോ? അത് തമാശക്കല്ലേ? വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചോദിക്കാം. അങ്ങനെ പറഞ്ഞ അനീഷിനെ കുറ്റം പറയാം. പക്ഷെ പുള്ളിയുടെ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. പുള്ളി ഒരു സാധാരണക്കാരനാ, അങ്ങനെ ചിന്തിക്ക്. പുള്ളിക്ക് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എവിടെ ഒന്ന് ചാഞ്ചാടി. പുള്ളി അതിന്റെ പുറത്ത് മറ്റേ മനസ്സിൽ വെച്ചോണ്ടൊന്നും ഇരുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ പുള്ളി അതങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അനീഷ് അത് തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ, അനുമോൾ അടുത്തത്, അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ലാലേട്ടാ, നല്ല വിശേഷം, ചിരിച്ചോണ്ടാ പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയണം കേട്ടോ, അനുമോളും അനീഷേട്ടനും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറ. അല്ല നമ്മളിപ്പോൾ പറഞ്ഞ ഉടനെ അവർ ഒന്നിക്കും അങ്ങനൊന്നും അല്ല, ഞാൻ ചോദിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? കൊള്ളായിരിക്കും, രസമായിരിക്കും. അപ്പം എന്താണെങ്കിലും അനുമോൾ അങ്ങനെയാണ് പറയുന്നത്. ഒരാൾ മുഖത്ത് നോക്കി കുറേ വർഷങ്ങളായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ലാലേട്ടൻ ലാസ്റ്റ് ഡയലോഗ്, ഗുരുവായൂർ അമ്പല നടയിൽ ഞാനൊരു ദിവസം വന്ന് നിൽക്കേണ്ട വരുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ പ്രൊമോ തീർക്കുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡ് രസമായിരിക്കും, ഫണ്ണി ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും മെയിൻ ഒരു ടോപ്പിക്ക്. പിന്നെ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം ആദില നൂറ അനുമോളുടെ മറ്റേ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ ഒരു സാധനമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഈ ആഴ്ച പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗെയിമൊക്കെ 2 ദിവസം കൊടുക്കുമായിരിക്കും, നാളെ ഏതെങ്കിലും ഒരുത്തനെ പുറത്തടിച്ചിറക്കി വിടുമായിരിക്കും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ അനീഷേട്ടൻ അനുമോൾ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ വീക്കെൻഡിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ചോദിക്കാൻ ഒന്നുമില്ല. എന്താ ഇരിക്കുന്നത്? പിന്നുള്ളത് മറ്റേ നെവിൻ്റെ നന്നാവല്, അത് പിന്നെ നന്നാവലാണോ ഗെയിം കളിക്കുന്നതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അനീഷിൻ്റെ ഈ ഒരു പ്രവൃത്തി 100% ഇത് ജെന്യുവിനാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ തലച്ചോറ് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, പുള്ളിയുടെ മനസ്സ് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. പുള്ളിയുടെ മനസ്സ് എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു പുള്ളി എങ്ങനെയാണ്, ഓക്കെ ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അല്ല, പുള്ളിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് ഇത് കാണുമ്പോൾ നമുക്ക് പറയാം. എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോളുടെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണേ. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുമോളുടെ നാണം കുണുങ്ങല്, അനുമോളുടെ മറ്റേ ചിരി, അനീഷേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പേടിക്കുക എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്ന ഒരാൾ ഇങ്ങനെ ചിരിച്ചോണ്ടാണോ ഇരുന്ന് പേടിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഒന്നെങ്കിൽ ഗെയിം,
ഇപ്പൊ ഗെയിമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഗെയിമായിട്ട് എടുക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് കാണാൻ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇല്ലാതെങ്കിൽ ഈ ബാക്കിയുള്ള 8-9 ദിവസവും എല്ലാവരും ഇങ്ങനെ ചത്തൊടിഞ്ഞു കുത്തി ഇങ്ങനെ ഒരേ മൂലക്കിരിക്കുന്ന ആ പരിപാടി തന്നെ കണ്ടോണ്ടിരിക്കേണ്ടി വരും. ഷാനവാസൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല കൂട്ടുകാരായി ഇനി അങ്ങോട്ട് വഴക്കൊന്നും ഉണ്ടാക്കാത്ത ബാക്കി ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് പറയുന്നത്. നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഈ അവസാനം വന്നിരിക്കുന്ന ഈ 8-9 പേരുണ്ടല്ലോ, ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ബോണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല ബോണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ കാണുമ്പോൾ കല്ല് വലിച്ചെറിയുന്ന കഴിഞ്ഞ സീസണിലെ പോലത്തെ പരിപാടികളൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും തമ്മിലൊരു ഇന്നലെ തന്നെ കണ്ടില്ലേ, അനുമോള് അക്ബറിന്റെ അടുക്കെ പോയി സംസാരിക്കുന്നു. ഇഷ്ടമല്ലെങ്കിൽ പോലും അക്ബറൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നെവിനുമായിട്ടൊരു കണക്ഷൻ ആയിട്ടുണ്ട്, എല്ലാവരുമായിട്ടും. അതല്ലേ വേണ്ടത്? ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെ അകത്ത് തീർത്തിട്ട് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവരുടെ ലൈഫിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്റ്റഡ് ആയിട്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഈ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനും മാത്രം ഒരു ഗെയിം ഷോയിലെ വൈരാഗ്യങ്ങൾ എടുത്ത് ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നു ഒരു കാര്യമില്ലെന്ന്. പിന്നെ ഞാൻ തുടക്കത്തിൽ ചോദിച്ച കാര്യം, അത് നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ. കപ്പ എങ്ങോട്ട് പോവും? ആര്യനാട്ടോട്ട് പോവോ? ആര്യനാടല്ലേ അനുമോളുടെ വീട് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവോ അതോ നമ്മുടെ കൊടന്നൂരിലേക്ക് പോവോ? ഇങ്ങോട്ട് രണ്ടുപേർത്ത് ഇവിടെ എവിടെയെങ്കിലും പോകാനേ സാധ്യത ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു കളി കണ്ടിട്ടും വോട്ടിങ്ങിൻ്റെ ഒരു എങ്ങനെയാ പോകുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് വെച്ചിട്ട് ഇങ്ങോട്ട് രണ്ടുപേർക്കും എവിടെയെങ്കിലും കൊണ്ടുപോകും. ഈ രണ്ടിടത്തല്ലാതെ വേറെ പുറത്തൊരു സ്ഥലത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രണയം പറഞ്ഞതിൻ്റെ പേരിൽ അനീഷേട്ടനെ വലിച്ചു കീറുന്നതും അനുമോളെ കണകണ പറയുന്നതും തമ്മിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവർക്ക് രണ്ടുപേർക്കും അറിയാം എന്താണെന്നുള്ള കാര്യം, പിടികിട്ടിയില്ലേ? അവർക്കത് കുഴപ്പമൊന്നുമില്ലാതെ അവർ മുന്നോട്ട് പൊക്കോളും. അനീഷേട്ടനാണെങ്കിലും അതിൻ്റെ പേരും പറഞ്ഞ് ഇനി കരഞ്ഞു പോയി നടക്കാനൊന്നും പുള്ളി പോകത്തൊന്നുമില്ല. അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം അനീഷിനെ സ്നേഹിക്കുന്നവർ. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നിപ്പോൾ ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് തരായിരുന്നു. വേറെ എന്തെങ്കിലും കണ്ടന്റ് സോഷ്യൽ റിലവൻ്റായിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നവർ അതും കൂടി ഒന്ന് കാണണേ. ഇത് മാത്രമായിട്ട് കണ്ടോണ്ടിരിക്കല്ലേ, അതും കൂടെ ഒക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട സുഹൃത്തുക്കളെ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചാടി നിൽക്കങ്ങട്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.